ഡാ ഇന്നാണ് സസ്പെൻഷൻ കഴിഞ്ഞ് ലോകേഷും ശരവണനും വരുന്നത്, സന്ദീപ് പറഞ്ഞു. ഇന്ദ്രന്റെ ഗ്യാങ്ങിലെ സ്പൈ വർക്കറാണ് സന്ദീപ്. നമ്മുടെ ഹർഷന്റെ ഗ്യാങ്ങിലെ സൂര്യപ്രകാശിനെ പോലെ. അവന്മാര് വരട്ടടാ, അതിന് നിനക്കെന്താ? ഇന്ദ്രൻ കൂളായിട്ട് പറഞ്ഞു. ഡാ നിനക്കറിയണ്ടേ, ആ ലോകേഷ് ഉണ്ടല്ലോ, അവൻ ആളത്ര ശരിയല്ല. അവൻ അന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് തെറി വിളിച്ചിട്ട് പോയവനാ. അവൻ കൂടി വന്ന മെക്കിലെ പിള്ളേരും മൊത്തം സ്ട്രോങ് ആവും. വിൻസൺ ആയിരുന്നു അത് പറഞ്ഞത്. ഇന്ദ്രന്റെ മറ്റൊരു കുരുത്തം കെട്ട ചങ്കാണ് വിൻസൺ. പെട്ടെന്നായിരുന്നു ഗോപുവും ഭരത്തും ഗണേഷും അവരുടെ ക്ലാസ് റൂമിലേക്ക് വന്നത്. ഡാ ഇന്ദ്ര, നിനക്ക് ആള് സെറ്റായിന്ന് കേട്ടല്ലോ, ഗോപു അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഇന്ദ്രന് ഇന്ന് അവളെ കാണാത്തതിന്റെ ദേഷ്യത്തിൽ ഇതും കൂടി കേട്ടതോടുകൂടി അവന് ചൊറിഞ്ഞു വന്നു. ആര് പറഞ്ഞു? എന്താടാ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഭരത് അവന്റെ മുഖം പിടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. ആ തലവേദന എന്താണെന്ന് എനിക്കറിയാം, ഭരത് അവനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ. അല്ല നിങ്ങളെന്തിനപ്പം ഇങ്ങോട്ട് വന്നേ? എനിക്കൊരു ചെറിയ തലവേദന, അതും പറഞ്ഞുകൊണ്ട് ശരവണൻ ക്ലാസ്സിലേക്ക് കയറി വന്നു. എന്താ നിന്റെ തലവേദനയുടെ കാര്യം? നിന്റെ അതേ കാര്യം തന്നെ. എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. ഡാ നിന്റെ ആളിന്റെ ഫ്രണ്ടില്ലേ ആ തേജസ്വിനി, അവളെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സെറ്റാക്കി താടാം. അത് കേട്ടതും ഇന്ദ്രന്റെ മുഖം ദേഷ്യം വന്ന് വലിഞ്ഞു മുറുകി. കാരണം അവന് ശരവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. പെൺപിള്ളേരെ ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വലിച്ചെറിയുന്ന ടൈപ്പാണ് അവൻ. ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഇന്ദ്രനും ഗ്യാങ്ങുമായി അത്രയ്ക്ക് അടുപ്പമൊന്നുമില്ലാത്ത ആളാണ് ശരവണൻ. അവന് വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുറെ കൂതറ ടീംസ് ആയിട്ടിരുന്ന കണക്ഷൻ. അത്യാവശ്യം നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പയ്യനായതുകൊണ്ട് തന്നെ കള്ളും കഞ്ചാവിനും വേണ്ടി നല്ലപോലെ പൈസ ചിലവാക്കും. എല്ലാം തന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ശീലിച്ചുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ച എന്തായാലും ഏത് രീതിയിലായാലും അവൻ നേടിയിരിക്കും. നീ എന്താടാ ഈ പറയുന്നത്? അപ്പൊ ശ്രുതിയോ? അവളുടെ കാര്യത്ത് നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ഒതുക്കി തള്ളിക്കോളാം. അപ്പൊ തേജസ്സിനേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടിയ അവളെ നീ ഒതുക്കി തള്ളും അല്ലേ? ഇന്ദ്രൻ കൈകെട്ടിന്നോട് ചോദിച്ചു. ഓഫ് കോഴ്സ്, ജീവിതകാലം മുഴുവൻ ഒരേ പെണ്ണിന്റെ കൂടെ തന്നെ കിടക്കാൻ എനിക്ക് പറ്റൂല. എന്നാലേ നീ ഇത് കേട്ടോ, നീ ഉദ്ദേശിക്കുന്ന പോലുള്ള പെണ്ണല്ല അവള്. അവൾ ഏത് രീതിയിലുള്ള പെണ്ണാണെങ്കിലും ഈ ഞാൻ വിചാരിച്ച എന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ എനിക്ക് കഴിയും. നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റൂല്ലയോ? ഇന്ദ്രൻ പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ തന്നെ ശരവണൻ ചോദിച്ചു. ഇല്ല, എനിക്ക് പറ്റില്ല. എന്നെ നീ ഈ കാര്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കണ്ട. അതെന്താടാ നിനക്ക് അവളോട് ഇത്രയ്ക്ക് താല്പര്യം? അത് ചോദിച്ചാൽ മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. അടുത്ത സെക്കൻഡ് തന്നെ ഇന്ദ്രന്റെ കാല് ശരവണന്റെ നെഞ്ചിൽ വന്ന് പതിച്ചു. അവൻ തെറിച്ചു വീണു. എന്നിട്ടും കലിയടങ്ങാതെ ഇന്ദ്രൻ നിലത്ത് കിടക്കുന്ന അവന്റെ നെഞ്ചിൽ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. കൂടെ നിന്നവർക്ക് അവനെ പിടിച്ചു മാറ്റിയപ്പോഴാണ് അവന്റെ ബാക്കി ജീവനെങ്കിലും തിരിച്ചിട്ടിയത്. തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനങ്ങളയനായി വന്നവനായിട്ടാണ് ഇന്ദ്രനും ഗ്യാങ്ങും ശരവണനെ കണ്ടിരുന്നത്. ഇതുപോലെ തന്നെ എല്ലായ്പ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ തല്ലുവാങ്ങി കൂട്ടാനേ ഇവന് സമയമുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, ഇവന്റെ പിഴച്ച നാവ് കൊണ്ട് തന്നെ. അന്ന് ടീച്ചർ അനാവശ്യം പറഞ്ഞതിന് ഹർഷന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിയത് ഇവനാ, ഓർമ്മയുണ്ടല്ലോ. സോ നമ്മുടെ ഈ കൗരവരും പാണ്ഡവരെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ സ്പൈ ആയിട്ടുള്ള രണ്ടുപേരെ ഓർമ്മയുണ്ടല്ലോ, സൂര്യയും സന്ദീപും. ഇവരാണ് വാക്ക് തർക്കത്തിനിടയ്ക്ക് ചാടിക്കേറി തല്ലി തുടങ്ങി വെക്കുന്നത്. പിന്നെ പ്രിൻസി വന്ന് എല്ലാറ്റിനെയും പിടിച്ച് സസ്പെൻഷൻ കൊടുക്കുമ്പോഴേക്കും ആദ്യം തല്ലി തുടങ്ങി വെച്ചവർ ഈ ജില്ല വിട്ട് തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. മാത്രമല്ല ഇവർ പരസ്പരം ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് തല്ലുകൂടുന്നത്. ഓരോരുത്തർക്കും ഓരോ പേര് പോലെ. ഫോർ ദ എക്സാമ്പിൾ, സൂര്യ സന്ദീപ്, ഹർഷൻ ഇന്ദ്രൻ, ഭരത് ഹരി, സാമുവൽ വിൻസൺ, ക്രിസ്റ്റി ഗണേഷ്, ലോകേഷ് ഗോപകുമാർ. ലോകേഷ് ശരവണ്ണ തല്ലാൻ കിട്ടുന്ന ചാൻസ് ഒട്ടും മിസ്സാക്കില്ല. പിന്നെ അവരുടെ ഗ്യാങ്ങിലെ മറ്റുള്ളവരും ഇതുപോലെ പേരായിട്ട് തല്ലുകൂടും. അവസാനം വഴക്ക് മുൾമുന്നിൽ എത്തുമ്പോഴാണ് എതിരാളികളെ എല്ലാവരെയും ഒരുപോലെ ഇട്ട് തല്ലുന്നത്. ഇന്നലെ നോട്ട് സബ്മിറ്റ് ചെയ്യാത്തതിന് ടീച്ചറുടെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടി ലൈബ്രറിയിൽ വന്നിരിക്കുകയും തേജു. അവരുടെ കൂടെ തന്നെ പൂജയും തനുവും വന്നിരുന്നു. അവരും കൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ശരത്തും വിക്കിയും ബഹളം വെച്ച് അവരെയും ഗെറ്റ് ഔട്ട് അടിച്ചു. ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജി ആയിരുന്നു അവൾക്ക് എഴുതാൻ കൊടുത്ത പണിഷ്മെന്റ്. ഗൈഡ് നോക്കി എഴുതാൻ വേണ്ടി ലൈബ്രറിയിൽ വന്നിരിക്കുകയായിരുന്നു തേജുവും ഗ്യാങ്ങും. കുറെ നേരം എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ഇന്റർവെൽ ആയതുപോലും അവൾക്ക് അറിഞ്ഞില്ല. ഡീ ഞങ്ങൾ ക്യാനീൻ പോവാ, നീ വരുന്നുണ്ടോ? ഞാനിത് എഴുതി കഴിഞ്ഞിട്ട് വരും, നിങ്ങൾ പൊക്കോ. അവൾക്ക് വരാനുള്ള ഉദ്ദേശമില്ലെന്ന് കണ്ടതോടുകൂടി അവർ നാലുപേരും ഇവളെ തനിച്ചാ ക്യാൻറ്റീനിലേക്ക് പോയി. അപ്പോഴേക്കും ഹർഷനും ഗ്യാങ്ങും ലൈബ്രറിയിൽ വന്ന് തേജുവിന്റെ ഓപ്പോസിറ്റായി വന്നിരുന്നു. അവർക്ക് എന്തിനോ പണിഷ്മെന്റ് കിട്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ തേജു അവനെ കണ്ടില്ല. എന്നാൽ ഹർഷൻ അവളെ കണ്ടു. പെട്ടെന്നായിരുന്നു റേഡിയോയിൽ നിന്നും തേജുവിന് ശരവണൻ കൊടുത്ത ലവ് ലെറ്റർ വായിക്കാൻ തുടങ്ങിയത്. അവൾ പെട്ടെന്ന് എഴുത്ത് നിർത്തിയത് ശ്രദ്ധിച്ചു. മൈ ഡിയർ തേജു. കുറെ എന്തൊക്കെയോ സാഹിത്യം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ അവളുടെ തലയിൽ കയറിയില്ല. അവസാനം ഐ ആം റെഡി ടു ബിക്കം എ റോമിയോ, യു വാന ബി മൈ ജൂലിയറ്റ്. ആ വാക്കേട്ടതും ഹർഷനെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. അവന്റെ സൗണ്ട് കേട്ടപ്പോഴാണ് അവളവനെ ശ്രദ്ധിച്ചത്. എന്താണ് ഹർഷ ഇങ്ങനെയൊന്ന് ചിരിക്കുന്നേ? അവന്റെ ചിരി കണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഏയ് ഒന്നുമില്ലടോ. പക്ഷെ അവന്റെ ചിരിയുടെ അർത്ഥം തേജുവിന് മനസ്സിലായി. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്.
അവൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. അതേടി, നിന്നെ തന്നെ ഉദ്ദേശിച്ച് നീ എന്തു ചെയ്യും? അവളുടെ മനസ്സ് വായിച്ചെടുത്ത പോലെ അവൾ നോക്കി പുച്ഛത്തോടെ അവൻ മനസ്സിൽ പറഞ്ഞു. ഡാ ഹിറ്റ്ലറെ, ഇതിനുള്ളൊക്കെ വൈകാതെ നിനക്ക് കിട്ടും. എന്നാ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. കണ്ണും നോക്കി 3-ാം ലോക മഹായുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിന്നെയും റേഡിയോയിൽ നിന്ന് അനൗൺസ്മെന്റ് കേട്ടത്. സോ ശരവണൻ ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു തേജു എന്ന് പറഞ്ഞ് പാട്ട് പ്ലേ ചെയ്തു. ഒറ്റൈ കണ്ണാലെ ഉന്നൈ പാർത്തേണ്ടി. വെറുതെ അല്ല, ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയാൽ പലരെയും ജൂലിയറ്റായിട്ടൊക്കെ തോന്നും. അതിന് തനിക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്കെന്ത് നഷ്ടം? നിന്നെ കെട്ടാൻ പോണവന്റെ കാര്യം ഓർത്തിട്ടാ സങ്കടം തോന്നുന്നത്. താൻ എന്തിനാണോ എന്റെ കെട്ടിനെ കുറിച്ച് ആലോചിച്ച് BP കൂട്ടുന്നത്? ആദ്യം തന്നെ കെട്ടാൻ പോണ പെണ്ണിന്റെ കാര്യം ആലോചിക്ക്. ഈശ്വര, അവളുടെ ഒരു കഷ്ടകാലം. അതെ, നിങ്ങളുടെ ഈ 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞെങ്കിൽ ക്ലാസ്സിലേക്ക് പോവായിരുന്നു. പരസ്പരം നോക്കി ഭരണിപ്പാട്ട് പാടുന്ന തേജുവിനെ ഹർഷനെ നോക്കി സാം പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് 2 ബൾബ് എത്തിയത്. അവൾ ഹർഷനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ബുക്ക് എടുത്ത് അവിടുന്ന് പോയി. ഡി, എഴുതി കഴിഞ്ഞോ? ക്ലാസ്സിലേക്ക് വന്ന് പൂജ ചോദിച്ചു. ആ, കഴിഞ്ഞടി. നിന്റെ ടാഗ് എവിടെ? വിക്കിയായിരുന്നു ചോദിച്ചത്. അവൾ പെട്ടെന്ന് ടാഗിലേക്ക് നോക്കി. അതിന്റെ ചരട് മാത്രമേ ഉള്ളൂ. അയ്യോ, ടാഗ് എവിടെ? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അവൾ പിന്നെയൊന്നും ആലോചിച്ചില്ല, വേഗം ലൈബ്രറിയിലേക്ക് ഓടി. അവിടെ എത്തിയതും കണ്ടത് താഴെ വീണ് കിടക്കുന്ന അവളുടെ ടാഗ് ഹർഷനെടുത്ത് പോക്കറ്റിലിടുന്നായിരുന്നു. പക്ഷേ അവൻ അവളെ കണ്ടില്ല. ഈശ്വരൻ, എന്നെ നീ പരീക്ഷിക്കുകയാണോ? ഇത്രയും പേരുണ്ടായിട്ട് ഇയാളുടെ കയ്യിൽ അത് കിട്ടാൻ കണ്ടുള്ളൂ. ഇനി അവനോട് പോയി ചോദിക്കാൻ നിന്നാൽ ഒരുപക്ഷെ വീണ്ടും വല്ല പണിയും തരുമെന്ന് പേടിച്ച് അവൾ അവനോട് ചോദിക്കാൻ നിന്നില്ല. പക്ഷേ അതില്ലാതെ കോളേജിലേക്കും കയറാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അവൾക്കൊരു ഐഡിയ തോന്നിയത്. ഡി, നീ വരുന്നില്ലേ? പ്രാക്ടീസ് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ പൂജ ചോദിച്ചു. ഇല്ലടി, ഞാൻ എൻ്റെ ടാഗ് എടുത്തിട്ടേ വരൂ. അല്ല, എങ്ങനെ എടുക്കാനാ? അവർ കളിക്കുന്ന സമയം നോക്കി അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഹർഷേട്ട മാറ്റി വെച്ച ഡ്രസ്സിൽ നിന്നും എൻ്റെ ടാഗ് എടുത്തിട്ടിങ്ങ് പോരുക, അത്രേ ഉള്ളൂ. നിനക്കെന്താ വട്ടാണോ പെണ്ണെ? താനുവിന് അവിടെ സംസാരം കേട്ടിട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നു. എന്താണ് ഇങ്ങനെ പറയുന്നേ? നിനക്ക് അയാളോട് പോയി ചോദിച്ചാൽ പോരെ? ഓഹ്, ഒരിക്കൽ ചോദിച്ചതിന്റെ ക്ഷീണം ഇനി മാറിയിട്ടില്ല. നിനക്കറിയാവുന്നല്ലേ അയാളുടെ സ്വഭാവം. എടി, എന്നാലും അവിടെ മൊത്തം ആൺപിള്ളേരായിരിക്കും. നീ അവിടെ പോണെന്തോ എനിക്കത്ര ശരിയായി തോന്നുന്നില്ല. അതെടി, താന് പറഞ്ഞത് ശരിയാ. പൂജയും പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഞാനത് എടുത്തിട്ടേ വരൂ. തേജു ഉറച്ച തീരുമാനത്തിൽ നിന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വാടി പൂജയെ. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. അതും പറഞ്ഞ് താൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞതും തേജ് പിന്നാലെ വരുന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പോയത്. പക്ഷേ തേജ് നേരെ പോയത് ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ അടുത്തുള്ള അവരുടെ ഡ്രസ്സിംഗ് റൂമിലായിരുന്നു. അകത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ അകത്തേക്ക് കടന്നു. ഹർഷന്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള സകലത അവൾ വലിച്ചു വാരിയിട്ടു. പെട്ടെന്നായിരുന്നു ആരോ വരുന്ന സൗണ്ട് കേട്ടത്. അവൾ വേഗം അടുത്തുള്ള കർട്ടൻ്റെ ഉള്ളിൽ പോയി മറിഞ്ഞിരുന്നു. ഹർഷനായിരുന്നു ആ സമയത്ത് റൂമിൽ വന്നത്. കഷ്ടകാലത്തിന് ഇന്ന് നേരത്തെ തന്നെ അവന്റെ പ്രാക്ടീസ് കഴിഞ്ഞു. അവൻ തന്നെ ജേഴ്സി ബനിയൻ അയച്ചപ്പോഴാണ് അകത്തിന്നും ഒരു ബൂട്ടിന്റെ ശബ്ദം കേട്ടത്. തേജു പ്രാക്ടീസ് കഴിഞ്ഞു വന്നുകൊണ്ട് തന്നെ അവളുടെ ഷൂസ് ഒന്നും അഴിക്കാൻ നിന്നില്ല. ചുറ്റും നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ റൂം മൊത്തം വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് തേജു ആരെങ്കിലും കാണുന്നുണ്ടെന്നറിയാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴായിരുന്നു ഇന്നലെ കണ്ട ആ ഏട്ടനെ അവൾ ഗ്രൗണ്ടിലെ ഗ്യാലറി ഇരിക്കുന്നത് കണ്ടത്. അയ്യോ, ഇത് ഇന്നലെ കണ്ട ആളല്ലേ? അപ്പൊ ഇയാൾ ഈ കോളേജ് തന്നെ. അവൾ ഒന്നുകൂടെ മെല്ലെ നടന്ന് ജനലിനടുത്തേക്ക് നിന്ന് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും ബൂട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. അപ്പോഴാണ് കണ്ടത് കർട്ടന് താഴെ 2 കാല്. ഇന്ന് ശരവണൻ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അവൻ ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കാമെന്നായിരിക്കുമെന്ന് ഹർഷൻ ഊഹിച്ചു. അവൻ ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ തിരിഞ്ഞ് കയ്യിൽ കിട്ടിയൊരു സ്റ്റെമ്പ് എടുത്തു. തേജ് അപ്പോഴും നമ്മുടെ ജിന്നിയേട്ടനെ വായി നോക്കുന്ന തിരക്കിലായിരുന്നു. അവൾ വന്ന കാര്യം തന്നെ മറന്നു. ആണാണെങ്കിൽ ഒളിഞ്ഞിക്കാതെ നേർക്ക് നേരെ വന്ന് തല്ലടാ. ഞാൻ അടിച്ചാ താങ്കമാട്ടെ എന്ന പാട്ട് മനസ്സിൽ വിചാരിച്ച് ദളപതിയുടെ ഒരു മാസ ഡയലോഗും പറഞ്ഞ് ആ സ്റ്റെമ്പ് കൊണ്ട് കർട്ടന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളെ ഒറ്റ അടി. ഈശ്വര, പെണ്ണിന്റെ സൗണ്ട്. ടോം ആൻഡ് ജെറിയിലെ ടോമിന്റെ തലയിൽ ചുറ്റിയ കൊണ്ട് തള്ളിയിട്ട് വടിയായ പോലെ നമ്മുടെ തേജുവിന്റെ തലയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. അവളുടെ തലയിലൂടെ പൊന്നീച്ചകൾ പാറി കളിക്കാൻ തുടങ്ങി. ഒരു പഴന്തുണി പോലെ കർട്ടന്റെ ഉള്ളിൽ നിന്നും മലർക്കിനെ അവൾ ഹർഷന്റെ മേലേക്ക് വീണു. അയ്യോ തേജു! ആരോ തന്നെ തേജു എന്ന് വിളിച്ചും താങ്ങി പിടിച്ചും മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. എന്തായാലും ഈ തല്ലുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഭൂമി ഉരുണ്ടതാണെന്ന് സത്യം അവൾ തിരിച്ചറിഞ്ഞു. പതിയെ പതിയെ അവളുടെ ബോധം പോയി. തേജു, എണീക്ക്, എണീക്കാൻ! അവൻ മുട്ടുത്തിരുന്നുകൊണ്ട് അവളുടെ മുഖത്തെട്ടി വിളിച്ചു. ആര് കേൾക്കാൻ? ഇതിനിടയിൽ അവളുടെ ശബ്ദം കേട്ടതും റൂമിന് പുറത്ത് നിൽക്കുന്ന സാമും ക്രിസ്റ്റിയും സൂര്യയും ഹരിയും ലോകേഷും ഒക്കെ ഓടിക്കി വെച്ചുകൊണ്ട് വന്നു. എന്താണ് കാര്യം? അതും പറഞ്ഞ് സാമു നോക്കുമ്പോൾ കണ്ടത് ഹർഷന്റെ മഴ തലവെച്ചെടുക്കുന്ന തേജുവിനെയാണ്. എല്ലാവരും ഹർഷനെയും തേജുവിനെയും മാറി മാറി നോക്കി. എന്താണ് സംഭവിച്ചത്? ഇവളെങ്ങനെ ഇവിടെ വന്നു? ലോകേഷ് ഓടി വന്ന് അവളുടെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ലടാ. ഹർഷനാകെ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു.
അവളുടെ മുഖത്ത് ഒരുപാട് തവണ വെള്ളം തെറിപ്പിച്ചെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. അത് കണ്ടതോടുകൂടി എല്ലാവരുടെയും മനസ്സിലൊരു പേടി നിറഞ്ഞു. പ്രത്യേകിച്ച് ഹർഷന്റെ. അവൻ തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മൂക്കിനടുത്തേക്ക് വെച്ച് ശ്വാസമുണ്ടോ നോക്കി. ഹാവു, ജീവനുണ്ട്. നീ ഇതെന്തൊക്കെ ഈ പറയുന്നത്? സത്യം പറ, ഇവൾക്ക് എന്താ സംഭവിച്ചേ? നിന്റെ ഷർട്ട് എവിടെ? നീ ഇവളെ എന്ത് ചെയ്തു? ഓരോരുത്തരും അവരുടെ വക ഓരോ ചോദ്യം ചോദിച്ച് അവനെ കൊന്നു. ഓഹ്, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഇവളൊന്നും ചെയ്തില്ല. പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താടാ? ക്രിസ്റ്റി അവനോട് ചൂടായി. ഡാ, റൂമിൽ കയറിയപ്പോ ആരോ കർട്ടന്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. ആ ശരവണ്ണായിരിക്കുന്നു കരുതി ഞാൻ ദേ ആ കാണുന്ന സ്റ്റെമ്പ് കൊണ്ടും തലക്കടിച്ചു. ഇതൊക്കെ കേട്ടുന്നവരുടെ കിളിപോയെന്ന് മാത്രമല്ല, ഹർഷനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വന്നു. ഡാ, ആരെങ്കിലും അകത്ത് കയറിയെങ്കിൽ അത് ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ട് വേണം തല്ലാൻ. സൂര്യ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ പറഞ്ഞു. പിന്നെ നമ്മളെ തല്ലാൻ വരുന്നവരോട് പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചിട്ടല്ലേ തല്ലേണ്ടത്? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. ഹർഷൻ തലയിൽ കവിച്ചുകൊണ്ട് പറഞ്ഞു. മതി, നിർത്തിക്കുന്ന നിന്റെ ഈ സംസാരം. തല്ലുന്നൊക്കെ പോട്ടെ, ആ കാർട്ടനൊന്ന് മാറ്റിയിട്ട് തല്ലാൻ പോയതാണെങ്കിൽ ഇവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവന്റെ ഒരു ഹീറോയിസം. ഡാ, ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ? ഹർഷൻ എല്ലാവരെയും നോക്കിയോണ്ട് ചോദിച്ചു. വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അടി നല്ല ആഴത്തിൽ കൊണ്ടുവന്നാ തോന്നണേ. ലോകേഷ് ഹർഷനെ ഒന്ന് പാളി നോക്കിയിട്ട് പറഞ്ഞു. ഡാ, അത് വേണ്ട. അവിടെ കൊണ്ടുപോയി ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാവരും ഈ കാര്യം അറിയും. നമുക്ക് ഇവളെ സുവർണയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെ എങ്കിൽ ഡോക്ടർ അല്ലേ. സാം പറഞ്ഞു കേട്ട് എല്ലാവരും ശരിവെച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവളെയും പൊക്കി നേരെ വിട്ടു സുവർണയുടെ വീട്ടിലേക്ക്. അവിടേക്കാണെന്ന് അറിഞ്ഞതും അവിടെ വന്നാൽ വായ്ക്ക് രുചിയായി വല്ലതൊക്കെ കിട്ടൂലെന്ന പ്രതീക്ഷയിൽ ബാക്കിയുള്ള വാനന്മാരും ഇവരോടൊപ്പം കൂടി. സാമൂലിന്റെ ലവറാണ് ഫൈനൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള സുവർണ. കണ്ണൂരുകാരിയായ പുള്ളിക്കാരി അവളുടെ അങ്കിളിന്റെ വീട്ടിൽ നിന്നാണ് കോളേജിലേക്ക് വരുന്നത്. കോളേജിൽ നിന്ന് 8-10 കിലോമീറ്റർ ഉണ്ടാവും. അവരുടെ വീട് ഹർഷന്റെയും ഗ്യാങ്ങിന്റെയും സുഖവാസ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഹോസ്റ്റലിലെ മസാല വെള്ളവും അവിടുത്തെ സാമ്പാർ, പിള്ളേര് അതിനെ മസാല വെള്ളം എന്നാണ് പറയുന്നത് കേട്ടോ. ചോറും തിന്ന് നാവ് ചാവാറാവുമ്പോൾ എല്ലാവരും കൂടി പെട്ടിയും കിടക്കായിട്ട് ഇങ്ങോട്ട് വരും. മക്കളില്ലാത്ത രഘുറാമിനും ശൈലജയ്ക്കും ഇവരൊക്കെയാണ് ഒരു ആശ്വാസം. എല്ലാവരും വന്നാൽ പിന്നെ ഒരാഴ്ച അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ആ വീടിനെ തലകീഴായി മറിച്ചിട്ടേ പോകൂ. സാമിനൊഴിച്ച് ബാക്കി എല്ലാവരും സുവർണയെ ഒരു കൂടപ്പിറപ്പോൾ തന്നെയാണ് കണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ആ കോളേജിലെ ഹർഷൻ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഏക പെൺകുട്ടിയാണ് സുവർണ. അവളുടെ കാര്യവും മറിച്ചായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്ക് ഒറ്റമോളായതുകൊണ്ട് തന്നെ ആങ്ങളമാരില്ലാത്ത സങ്കടം തീർത്ത് ഇവരെയൊക്കെ കിട്ടിയപ്പോഴാണ് ശരീരമാകെ തളർന്ന പോലെ തോന്നിയവൾക്ക്. തലക്ക് വല്ലാത്ത കനം. കണ്ണ് തുറക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നാൽ ആ റൂമിലെ ഫാൻ ഓടുന്ന ശബ്ദം അവൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് അടുത്തേക്ക് വിളിക്കണം തോന്നി, പക്ഷേ ശബ്ദം പോലും പുറത്തു വന്നില്ല. എന്തോ വല്ലാത്തൊരവസ്ഥ. എന്നാലും അവൾ തന്റെ അടഞ്ഞു കിടക്കുന്ന കണ്ണിനെ പതിയെ വലിച്ചു തുറന്നു. ആദ്യം എല്ലാം മങ്ങിയാണ് കണ്ടെങ്കിലും പതിയെ എല്ലാം തെളിഞ്ഞു കാണാൻ തുടങ്ങി. റൂം മുഴുവൻ ഇരുട്ടായിരുന്നു. എന്നാലും ടേബിൾ ലാമ്പിന്റെ ചെറിയ വെളിച്ചത്തിൽ അവൾക്ക് കുറച്ചൊക്കെ കാണാൻ കഴിഞ്ഞു. ആദ്യം കണ്ടത് മുകളിലുള്ള സീലിംഗ് ഫാനായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ചുമരിലൊരു വാച്ച്. അത് നോക്കുമ്പോൾ സമയം രാത്രി 12 മണി. 12 മണിയോ? അപ്പൊ ഞാൻ എവിടെയാ?